പ്രമേഹം നമ്മുടെയൊക്കെ ജീവിതത്തെയും ശരീരത്തെയൊക്കെ പല രീതിയിൽ ബാധിക്കാറുണ്ട്. അപ്പോൾ പലരും പുറത്ത് പറയാൻ മടിക്കുന്ന ഒരു കാര്യമാണ് അവരുടെ ലൈംഗികതയെ എങ്ങനെയാണത് ബാധിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അതിൽ എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് എടുക്കണം, ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ഡോക്ടറോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് കുന്നമംഗലം പന്തീർപ്പാടം ISRM ക്ലിനിക്കിൻ്റെ സ്ഥാപകനായ ഡോക്ടർ അജയൻ വർഗീസ് ആണ്. ഹായ് ഡോക്ടർ. ഡോക്ടർ, പലർക്കുള്ളൊരു സംശയമാണ് പ്രമേഹം നമ്മുടെ ലൈംഗികതയെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നുള്ളത്. അതൊന്ന് വ്യക്തമാക്കി തരുമോ? അല്ല, പ്രമേഹം ലൈംഗികതയെ മാത്രമല്ല ബാധിക്കുന്നത്, ശരീരത്തെ മൊത്തം ബാധിക്കുന്ന ഒരു അസുഖമാണ് പ്രമേഹം. അതായത് അത് ഞരമ്പുകളെ തകർക്കുന്നുണ്ട്, രക്തക്കൊള്ളുകളെ ബ്ലോക്കാക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഹോർമോണിൽ വ്യതിയാനം ഉണ്ടാക്കുന്നുണ്ട്. ഇത് കൂടാതെ പ്രമേഹം ശരീരത്തിൻ്റെ ഓരോരോ കോശങ്ങളെയും അവയവങ്ങളെയും ബാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് തലച്ചോറിനെ അത് ബാധിക്കുന്നുണ്ട്, ഹൃദയത്തെ ബാധിക്കുന്നുണ്ട്, കിഡ്നിയെ ബാധിക്കുന്നുണ്ട്, നമ്മുടെ മസിലുകളെ ബാധിക്കുന്നുണ്ട്. ഇത് വളരെ ചുരുക്കി പറയുകയാണെങ്കിൽ പ്രമേഹം എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ആഹാരം കഴിക്കുന്നു, നമുക്ക് വിശപ്പ് മാറുന്നു. ആഹാരം കഴിക്കുമ്പോൾ വിശപ്പ് മാറുന്നു എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ കഴിച്ചിരിക്കുന്ന ചോറോ അല്ലെങ്കിൽ മത്സ്യമോ മാംസമോ എന്താണെന്നാൽ അതവിടെ വയറ്റിലെത്തുന്നതോട് നമ്മുടെ വിശപ്പ് മാറുന്നു. ഈ കഴിച്ച ആഹാരം നമുക്ക് ഗുണകരമായിട്ട് ഉപയോഗിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ അത് കോശങ്ങളിലെത്തണം. കോശങ്ങളിലെത്തുന്നതിന് വയറ്റിൽ വെച്ചും കുടലിൽ വെച്ചും അത് വിഘടിക്കപ്പെടുകയും അത് ഗ്ലൂക്കോസായിട്ടും പ്രോട്ടീനായിട്ടും ഒക്കെ മാറുന്നു, അമിനോ ആസിഡൊക്കെ ആയിട്ട് മാറുന്നുണ്ട്. ഈ ഗ്ലൂക്കോസ് ഓരോ കോശങ്ങളിൽ ചെന്ന് അവിടെ പ്രവർത്തിച്ചാൽ, അതിൻ്റെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടാൽ മാത്രമേ അവിടുത്തെ പ്രവർത്തനം പൂർണ്ണമാവുകയുള്ളൂ. ശരിക്കും ദഹനം നടക്കുന്നത് കോശങ്ങളിലാണ്, വയറിലാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല, കുടലിലാണെന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ ആ ഗ്ലൂക്കോസ് ഉണ്ടായി കഴിഞ്ഞാൽ ഇത് രക്തത്തിലേക്ക് കലരും, അത് കുടലിൽ നിന്ന് രക്തത്തിലേക്ക് കലരും. രക്തത്തിലേക്ക് കലർന്നതിന് ശേഷം ഈ ഗ്ലൂക്കോസ് അവിടെ കോശങ്ങളിൽ വെച്ചാണ് വിഘടിപ്പിക്കപ്പെടുന്നത്, അതായത് അതിനെ യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നത്. അങ്ങനെ യൂട്ടിലൈസ് ചെയ്യുമ്പോൾ ഗ്ലൂക്കോസിനെ യൂട്ടിലൈസ് ചെയ്യുന്നതിന് ഇൻസുലിൻ എന്ന് പറയുന്ന ഒരു എൻസൈം ആവശ്യമാണ്, അല്ലെങ്കിൽ ഒരു ഹോർമോൺ ആവശ്യമാണ്. ഈ ഇൻസുലിൻ എന്ന് പറയുന്ന പദാർത്ഥമാണ് ശരിക്കും ഗ്ലൂക്കോസിനെ നമുക്ക് എനർജിയാക്കി മാറ്റുന്നത്, നമുക്ക് ഊർജ്ജമാക്കി മാറ്റുന്നത്. ഒരു ഉദാഹരണത്തിന് നമ്മളിപ്പോൾ മല കയറുകയാണ് അല്ലെങ്കിൽ കയറ്റം കയറുകയാണ്, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എനർജി ആവശ്യമാണ്. ഈ എനർജി ആഹാരത്തിൽ നിന്നാണ് ലഭിക്കുന്നത് തീർച്ചയായിട്ടും. ആ ആഹാരത്തിൽ നിന്ന് ലഭിച്ച ഗ്ലൂക്കോസ് രക്തം വഴി അതാത് കോശങ്ങളിലേക്ക് എത്തുന്നു. അതായത് എൻ്റെ മസിലിലെത്തുന്നു, കാലിലെ മസിലും കയ്യിലെ മസിലും ഒക്കെ എത്തുന്നു. അത് നേരെ എനർജിയാക്കി മാറ്റുന്നതിന് ഇൻസുലിൻ അത്യന്താപേക്ഷിതമാണ്. ഇൻസുലിൻ ഇല്ലെങ്കിൽ അവിടെ ഗ്ലൂക്കോസ് കെട്ടിക്കിടക്കും. അത് ആവശ്യത്തിന് ഗ്ലൂക്കോസ് രക്തത്തിലുണ്ടാവും. അപ്പോൾ രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ലൈംഗികത എങ്ങനെ ബാധിക്കുന്നു എന്ന് ചോദിച്ചാൽ 3 തരത്തിലാണ് ബാധിക്കുന്നത്. എല്ലാ അവയവങ്ങളെയും ബാധിക്കുമെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എങ്ങനെ ബാധിക്കുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലിംഗത്തിലേക്ക് രക്തം വേണ്ടത്ര എത്തണമെന്നുണ്ടെങ്കിൽ രക്തക്കൊള്ളി ഇൻടാക്റ്റ് ആയിട്ടിരിക്കണം. അത് ഈ ഗ്ലൂക്കോസ് വേണ്ട രീതിയിൽ കൂടുതലുണ്ട്, അതേസമയത്ത് അതിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഇൻസുലിൻ എത്തിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അവിടെ രക്തക്കൊള്ളികളുടെ ഉൾപ്പാളി തകരും. അതുപോലെ തന്നെ ഞരമ്പുകൾക്കത് ക്ഷീണം ഉണ്ടാക്കും. അതുപോലെ തന്നെ ഹോർമോണുകൾ, അതായത് ടെസ്റ്റോസ്റ്ററോൺ, പ്രൊലാക്റ്റിൻ, തൈറോയിഡ്, ഇങ്ങനെയുള്ള ഹോർമോണുകളെ ബാധിക്കും. അതുകൊണ്ട് ഷുഗറുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വാഭാവികമാണ് ലൈംഗിക ശേഷിക്കുറവ്. അപ്പോൾ ഈ ഷുഗറുള്ള ആൾക്കാർക്ക് ഇറക്ടൈൽ ഡിസ്ഫങ്ഷനൊക്കെ വരുന്നത് സ്വാഭാവികമാണോ? അല്ല, ഷുഗറുള്ള ആൾക്കാർക്ക് നേരത്തെ പറഞ്ഞത് അത് തന്നെയാണ്. ഷുഗറുള്ള വ്യക്തികൾക്ക് ഇറക്ടൈൽ ഡിസ്ഫങ്ഷനിലേക്ക് അവർ പോകുന്നതിൻ്റെ കാരണം അത് ഒരു സ്വാഭാവിക പരിണാമം മാത്രമാണ്. കാരണം അവരുടെ ലിംഗത്തിലേക്കുള്ള രക്തക്കൊള്ളു ബ്ലോക്കാവുന്നു, ഞരമ്പിന് തകരാറുണ്ടാകുന്നു, ഹോർമോൺ പ്രശ്നങ്ങളുണ്ടാകുന്നു. അതുകൊണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ലൈംഗികമായിട്ടുള്ള ശേഷിക്കുറവ് ഉണ്ടാകുന്നു. ആ ശേഷിക്കുറവ് ഉണ്ടാകുമ്പോൾ അവർ ക്ലിനിക്കിൽ വരുന്നു, പരിശോധനയ്ക്ക് വിധേയമാകുന്നു. അപ്പോൾ ഷുഗർ ഉണ്ടെന്ന് അവർ അന്നേരമാണ് അറിയുന്നത്. അതേസമയത്ത് ഷുഗറുള്ള വ്യക്തികൾ സ്വാഭാവികമായിട്ടും മരുന്നൊക്കെ കഴിച്ചു പോകുന്നു. ഒരു പരിധി കഴിയുമ്പോൾ അവർക്ക് ലൈംഗികമായിട്ടുള്ള ശേഷിക്കുറവ് അനുഭവപ്പെടുന്നതായി കാണാം. അങ്ങനെയുള്ളവർക്കും ചികിത്സ ആവശ്യമാണ്. ലൈംഗിക ശേഷിക്കുറവ് വഴിക്ക് നമ്മൾ ഷുഗർ ഉണ്ടെന്ന് കണ്ടുപിടിക്കപ്പെടുന്നവർക്കും ചികിത്സ ആവശ്യമാണ്. അപ്പോൾ ഈ ഷുഗറുള്ള ആൾക്കാർ ലൈംഗിക ശേഷി മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്താൻ കഴിയും? അങ്ങനെയല്ല, ഷുഗറുള്ള വ്യക്തികൾക്ക് ഭക്ഷണങ്ങൾ ഏതൊക്കെ ഉൾപ്പെടുത്താം എന്നുള്ളതിനേക്കാൾ ഉപരി ഏതൊക്കെ ഭക്ഷണങ്ങൾ ഒഴിവാക്കണം എന്നുള്ളതായിരിക്കണം നമ്മൾ ചിന്തിക്കേണ്ടത്. ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തേണ്ടത് തീർച്ചയായിട്ടും പച്ചക്കറികളും ഷുഗർ കൂടുതലുണ്ടാകാത്തതുമായിട്ടുള്ള ഭക്ഷണങ്ങളാണ് ഉൾപ്പെടുത്തേണ്ടത്. അതിനകത്ത് കഴിയുന്നതും അരിയാഹാരം കുറയ്ക്കുക, അതുപോലെ തന്നെ പച്ചക്കറികൾ കൂടുതലുണ്ടാകുക, കത്തിരിക്ക, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോവുക. പ്രോട്ടീൻ അടങ്ങിയ ആഹാരങ്ങളായിരിക്കും കുറച്ചുകൂടെ കൂടുതൽ നല്ലത്. ഫ്രൈ ഐറ്റംസൊക്കെ ഒഴിവാക്കുക. ഈ ഷുഗർ എന്ന് കേൾക്കുമ്പോൾ ഞാനൊരു കഥ പറയാം. പണ്ടൊരു ഷുഗറുള്ള വ്യക്തി ഒരു കോഴി ബിരിയാണി കഴിച്ചിട്ട് ഒരു ചായ വാങ്ങുമ്പോൾ അതിനകത്ത് മധുരം ഇടാതെ ഇരിക്കും.
വാസ്തവത്തിൽ എന്താ അദ്ദേഹം ചെയ്യുന്നത് വെച്ചാൽ ഈ കോഴി ബിരിയാണിയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഷുഗർ അദ്ദേഹത്തിന് ഉണ്ടാകുന്നത്. അതിൽ കൊഴുപ്പുണ്ട്, ഈ കൊഴുപ്പെല്ലാം കൺവേർട്ട് ചെയ്തിട്ട് ഷുഗറായിട്ട് മാറും. അതേസമയത്ത് ആ മധുരയിടാത്ത ഒരു ചായ കഴിച്ചുകൊണ്ട് പ്രത്യേകിച്ച് അവിടെ ഒരു ഗുണമില്ല, കടലിൽ കായം കലക്കുന്ന ഇഫക്റ്റ് മാത്രമേ അതിനകത്ത് കിട്ടുള്ളൂ. അപ്പോൾ ആഹാരത്തിൻ്റെ കാര്യത്തിൽ ഷുഗറിൻ്റെ ഉള്ള വ്യക്തികൾക്കൊരു പ്രത്യേക ആഹാര രീതി അവർ തന്നെ തീരുമാനിക്കേണ്ടതുണ്ട്. ഡോക്ടർ, അപ്പോൾ ഈ ഡയബറ്റീസ് ഒന്നും നമ്മുടെ നിയന്ത്രണത്തിലല്ലെങ്കിൽ ഉദാഹരണ പ്രശ്നങ്ങളൊക്കെ പെട്ടെന്ന് വരാനുള്ള സാധ്യതയുണ്ടോ? ഇത് സാധാരണ കണ്ടുവരുന്ന ഒരു കാര്യമാണ്. ഡയബറ്റീസ് നിയന്ത്രണത്തിലല്ല എന്ന് പറയുമ്പോൾ ഇവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കൽ പ്രമേഹം കണ്ടുപിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ഡിനയിൽ അതിന് അതൊന്നും പ്രശ്നമില്ല എന്നുള്ളൊരു രീതിയിലേക്ക് അവർ പോകുന്നത് കാണാം. അതിനുശേഷം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സ്വയം അങ്ങോട്ട് നിയന്ത്രിക്കാൻ പോവുകയാണെന്ന്. ഇപ്പോൾ നമുക്ക് മഴ പെയ്യുമ്പോൾ സ്വയം നിയന്ത്രിക്കാൻ പറ്റുമോ? പറ്റില്ല. അത് മഴ പെയ്യുക തന്നെ ചെയ്യും. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ശരീരത്തിൽ ഷുഗർ ഉടലെടുത്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 രീതിയിൽ അതിനുള്ള ചികിത്സയിലേക്ക് വരണം. 1 വ്യായാമം, 2 ആഹാര നിയന്ത്രണം, 3 അതിൻ്റെ മരുന്നുകൾ കഴിക്കണം. ഇത് 3 ഇല്ലെങ്കിൽ ഒരു 3 കാലുള്ള സ്റ്റൂൾ പോലെ സങ്കല്പിക്കുക. ഏതെങ്കിലും 2 കാലിന് അതിന് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ വ്യായാമം മാത്രം ചെയ്തോ ആഹാര നിയന്ത്രണം മാത്രമായിട്ടോ ഇതിനെ കൊണ്ടുപോകാൻ കഴിയില്ല. ഷുഗർ നല്ലവണ്ണം ഉണ്ടെങ്കിൽ മരുന്ന് കഴിക്കുക തന്നെ വേണം. അതിലെന്താണെന്ന് വെച്ചാൽ മരുന്നെന്ന് കേൾക്കുമ്പോൾ ജനങ്ങൾക്കൊരു പേടിയുണ്ട്, അല്ലെങ്കിൽ കിഡ്നി പോവുമോ അല്ലെങ്കിൽ ഇത് പാർശ്വഫലങ്ങൾ ഉണ്ടാക്കുമോ. അപ്പോൾ ഏതെങ്കിലും ഒരു വിവരമില്ലാത്തൊരു വിവരദോഷി ഒരു ഉപദേശം കൊടുക്കും, വയനാട്ടിൽ അങ്ങനെ ഒരു വൈദ്യനുണ്ട്, അല്ലെങ്കിൽ വയനാട്ടിലെ ഒരു ചെടിയുണ്ട്, ആ ചെടിയുടെ വേരോ ഇലയോ കഴിച്ചാൽ മതി ഷുഗർ മാറുമെന്നുള്ളത്. ഇത് ഇദ്ദേഹം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഷുഗറിൻ്റെ ചികിത്സ വേണ്ടാത്ത രീതിയിൽ ചെയ്യുകയും വ്യായാമം ചിലപ്പോൾ ചെയ്തെന്ന് വരാം. വ്യായാമത്തിൻ്റെ കാര്യത്തിൽ ഇപ്പം ഞാനടക്കം മടിയന്മാരാണ്. എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, ഇന്നാവട്ടെ നാളെ ആവട്ടെ എന്ന് പറഞ്ഞ് മുമ്പോട്ട് പോവുള്ളൂ, മാറ്റി പോകും. പിന്നെ അതിനടുത്ത് ആഹാര നിയന്ത്രണം ഒരു പരിധി വരെ ചെയ്യാൻ കഴിഞ്ഞെന്ന് വരും. അതിനുശേഷം എന്ത് പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഷുഗർ മേലോട്ട് കൂടി കഴിയുമ്പോഴാണ് ഇവർ ഈ കാര്യങ്ങളെക്കുറിച്ച് അറിയുക. അപ്പോൾ പിന്നെ ഇത് മറന്നു പോകുന്നൊരവസ്ഥയുണ്ട്, ഞാൻ ഷുഗർ രോഗിയാണല്ലോ എന്നുള്ളത്. അവരങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ലൈംഗിക ശേഷി നഷ്ടപ്പെടുമ്പോൾ ഏതെങ്കിലും ഒരു തവണ ബന്ധപ്പെടുമ്പോൾ ഭാര്യ പറയുകയാണ് നിങ്ങളെക്കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ആ നിരാശ അവിടെ നിന്ന് തുടങ്ങിയാണ്. അത് പിന്നെ അതിനോട് ലൈംഗിക ശേഷി അപ്പോൾ 2 രീതിയിലായി. അത് ഒന്ന് ഷുഗർ വഴിക്കുള്ളതും ഭാര്യ ഇൻഡ്യൂസ് ചെയ്തു. ഭാര്യ ഇൻസൾട്ട് ചെയ്യപ്പെടുക എന്ന് പറഞ്ഞാൽ പുരുഷനെ സംബന്ധിച്ചിടത്തോളം അത് സഹിക്കാൻ കഴിയുന്ന കാര്യമല്ല. അപ്പോൾ പിന്നെ ഭയപ്പാടായി, അപ്പോൾ ബന്ധപ്പെടാനുള്ള ഒരു പേടി വരുന്നു. അങ്ങനെയുള്ള അവസ്ഥകളിലേക്ക് അത് പോകാറുണ്ട്. അപ്പോൾ ശരിക്കും ഷുഗറുള്ളൊരു വ്യക്തി ഷുഗർ ഉണ്ടെന്നറിഞ്ഞു കഴിഞ്ഞാൽ വേണ്ട രീതിയിലുള്ള ചികിത്സ ചെയ്യുക. അതുപോലെ ലൈംഗിക ശേഷി നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സെക്സോളജിസ്റ്റിനെ തന്നെ കാണിക്കണം. സെക്സോളജിസ്റ്റിനെ കാണിച്ച് എന്താണ് അതിൻ്റെ പ്രതിവിധി എന്നുള്ളത് കണ്ടുപിടിക്കണം. അതിൻ്റെ എല്ലാ ടെസ്റ്റുകളും, ലൈംഗികതയുടെ എല്ലാ ടെസ്റ്റുകളും ചെയ്യേണ്ടതുണ്ട്. ഈ പലരിൽ നിന്നും തെറ്റായിട്ട് കിട്ടുന്ന കുറേ വിവരങ്ങൾ നമ്മളെ എല്ലാ രോഗങ്ങളെയും തന്നെ നെഗറ്റീവായിട്ട് ബാധിക്കാറില്ലേ? അതാണല്ലോ ഇപ്പോൾ കൂടുതലായിട്ട് നടക്കുന്നത്. അതിപ്പോൾ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയും ഗൂഗിൾ ബാബയാണ് ഇതിനകത്ത് പ്രശ്നങ്ങൾ കൂടുതലുണ്ടാക്കുന്നത്. കാരണം വാട്സപ്പൊക്കെ ഇത്ര പ്രചാരത്തിൽ വന്നതിന് ശേഷം ഏത് രീതിയിലുള്ള, അല്ലെങ്കിൽ അതിപ്പോൾ യൂട്യൂബിൽ നോക്കുക, അപ്പോൾ ഏതെങ്കിലും ആൾട്ടർനേറ്റീവായിട്ടുള്ള കുറേ മെഡിസിൻ എന്ന് പറഞ്ഞു വരും. ഇതൊന്നും ആയുർവേദമായിട്ട് പോലും ബന്ധമില്ലാത്തതാണ്. അത് ഓരോരുത്തരുടെ മനോധർമ്മത്തിനനുസരിച്ച് ഓരോന്ന് തട്ടിവിടുകയാണ്. അത് ജനം ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷുഗറിനൊന്നുള്ള ചികിത്സ നല്ല രീതിയിൽ കൊണ്ടുപോവുകയാണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ഒരു 80-85 വയസ്സ് വരെ കുഴപ്പമില്ലാതെ പോകാൻ പറ്റും. നമ്മുടെ ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, ഇ കെ നായനാർ. അദ്ദേഹത്തിന് നല്ല രീതിയിൽ ഷുഗർ ഉണ്ടായിരുന്നു. അദ്ദേഹം എല്ലാ രീതിയിലും നല്ല രീതിയിൽ ചികിത്സിച്ച് മുമ്പോട്ട് പോവുകയും ചെയ്തു. വളരെ പ്രായമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തെ അത് ബാധിച്ചത്. അല്ലെങ്കിൽ വളരെ ചെറുപ്പത്തിൽ തന്നെ നമ്മളൊന്ന് ശ്രമിക്കുകയാണെങ്കിൽ ചെറുപ്പത്തിൽ തന്നെ ഒരു ഹൃദ്രോഗിയായി മാറാൻ കഴിയും, ഏത് നിയന്ത്രണങ്ങളില്ലെങ്കിൽ. ഡോക്ടർ, ഇപ്പോൾ പ്രമേഹം എന്ന് പറയുന്നത് പ്രായമായ ആൾക്കാരിൽ മാത്രമല്ല യുവാക്കളിലും കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അത്തരം യുവാക്കളിൽ ലൈംഗിക പ്രശ്നങ്ങൾ, ഉദാഹരണ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും. അത് യുവത്വമൊന്നും ഒരു പ്രശ്നമല്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് സ്ട്രോക്ക് വരുന്നത് പോലും 30 വയസ്സുള്ള കുട്ടികൾ വരെ, ഞാൻ കുട്ടിയെന്ന് പറയുമ്പോൾ എനിക്ക് 10-70 വയസ്സായതുകൊണ്ടാണ് ഞാൻ കുട്ടിയെന്ന് പറയുന്നത്. 30 വയസ്സുള്ള ചെറുപ്പക്കാരിൽ പോലും സ്ട്രോക്ക് വരുന്നുണ്ട്. അങ്ങനെ സ്ട്രോക്ക് വരുന്നു, അതുപോലെ തന്നെ പ്രമേഹം ഉണ്ടാകുന്നു, ഹൃദ്രോഗം ഉണ്ടാകുന്നു. ഇതൊക്കെ സ്വാഭാവികം. 28 വയസ്സായ വ്യക്തി ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചിട്ടുണ്ട്. പ്രായം ഘടകമല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ രീതിയിൽ ഇന്നത്തെ ആഹാര രീതികൾ മാറി, ജീവിത രീതി മാറി. അപ്പോൾ തീർച്ചയായിട്ടും ലൈംഗിക ശേഷിക്കുറവ് ഉണ്ടാകുന്നതിൽ ഈ പ്രമേഹമുള്ള ചെറുപ്പക്കാരിലും കണ്ടുവരുന്നുണ്ട്. ഡയബറ്റിക് ആയിട്ടുള്ള ചെറുപ്പക്കാർ, ഒരു ബാങ്ക് മാനേജറുടെ കഥ എനിക്കറിയാം. അദ്ദേഹം വിവാഹം കഴിച്ചു,
അതേസമയത്ത് ലൈംഗികമായിട്ട് ബന്ധപ്പെടാൻ കഴിയുന്നില്ല. ഭാര്യ കരുതുന്ന അദ്ദേഹത്തിന് വേറെന്തോ ബന്ധമുണ്ടെന്നുള്ള. ഇവിടെ ഒന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ HbA1c 12.3 അപ്പോൾ ഈ 12.3 ഞങ്ങൾ മൂർധന്യാവസ്ഥയിലെത്തി. അപ്പോൾ ചെറുപ്പക്കാരനാണ്, നല്ല എനർജറ്റിക്കാണ്, ഇങ്ങനെ. പക്ഷേ ഈ ഷുഗറുള്ള കാര്യം അദ്ദേഹത്തിന് അറിയില്ല. അങ്ങനെ വരാറുണ്ട്, ചെറുപ്പക്കാരിലും ലൈംഗിക ശേഷിക്കുറവ് ഷുഗർ വഴിക്ക് വരാറുണ്ട്. ഡോക്ടർ, അപ്പോൾ ഈ ഡയബറ്റീസ് കാരണം ശീഘ്രസ്ഖലനം അല്ലെങ്കിൽ വൈകിട്ടുണ്ടാകുന്ന സ്ഖലനമൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടോ? അതിൻ്റെ കാരണം പറഞ്ഞുതരാം. ഇതിൽ ശീഘ്രസ്ഖലനം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ സാധാരണ ഇതിൽ ലൈംഗിക ശേഷിക്കുറവ് അനുഭവപ്പെടുന്ന ഒരു വ്യക്തിക്ക് ഏറ്റവും ആദ്യം അനുഭവപ്പെടുന്നത് ശീഘ്രസ്ഖലനമായിരിക്കും. അത് ശരിക്കും അതിൻ്റെ ശീഘ്രസ്ഖലനം യഥാർത്ഥത്തിലുള്ള ശീഘ്രസ്ഖലനം അല്ല അത്. കാരണം ലൈംഗിക ശേഷിക്കുറവ് അനുഭവപ്പെടുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പഴയ ദൃഢത കിട്ടാതെ വരും. അദ്ദേഹം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ദൃഢത നഷ്ടപ്പെട്ട അദ്ദേഹം അറിഞ്ഞുകൊള്ളുന്നില്ല. ന്യൂറോണലായിട്ടുള്ള പ്രോബ്ലം ഒക്കെ ഇടയായിട്ട് ശുക്ലം പെട്ടെന്ന് പോകുമ്പോഴാണത് എനിക്ക് ശീഘ്രസ്ഖലനാണ്, പണ്ട് എനിക്ക് 10 മിനിറ്റ് കിട്ടിയിരുന്നു, ഇപ്പോൾ 4 മിനിറ്റേ കിട്ടുന്നുള്ളൂ എന്നുള്ള പരാതിയായിട്ട് വരുന്നത്. പരിശോധിച്ച് നോക്കുമ്പോൾ മനസ്സിലാക്കും ഇതൊരു യഥാർത്ഥത്തിലുണ്ടാകുന്ന ശീഘ്രസ്ഖലനമല്ല. പിന്നെ പ്രമേഹമുള്ള വ്യക്തികളിൽ ഞരമ്പുകൾ അത് തകരാറിലാകുന്നുണ്ട്. അപ്പോൾ ഞരമ്പിൻ്റെ സ്പീഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റം വരുന്നതുകൊണ്ടും കണ്ടക്ടിവിറ്റി മാറ്റം വരുന്നതുകൊണ്ടും അവിടെ ശീഘ്രസ്ഖലനം ഉണ്ടാവാം. പിന്നെ ചില വ്യക്തികളിൽ ശുക്ലം പോകാതെ ഇതിങ്ങനെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കാൻ കഴിയും. അതും ഈ പ്രമേഹത്തിൻ്റെ കാര്യമായിട്ട് വരും. അപ്പോൾ പ്രമേഹം ലൈംഗിക ശേഷിക്കുറവുണ്ടാക്കും, ശീഘ്രസ്ഖലനം ഉണ്ടാക്കും. ചില വ്യക്തികളിൽ ഡിലേഡ് ഇജാക്കുലേഷൻ, ഇങ്ങനെ ഇജാക്കുലേഷൻ ഉണ്ടാകാതെ ഇങ്ങനെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കാൻ പറ്റും. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ സംഗതികൾ മാറും. ശീഘ്രസ്ഖലനം അല്ലാതെ യഥാർത്ഥ രൂപത്തിൽ അത് ലൈംഗിക ശേഷിക്കുറവായി മാറുകയും ചെയ്യും. ഇപ്പോൾ ഒരു വ്യക്തിക്ക് എന്തെങ്കിലും ലൈംഗിക പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ളത് നമുക്ക് എങ്ങനെ പെട്ടെന്ന് തന്നെ തിരിച്ചറിയാൻ കഴിയുക? എങ്ങനെ, പ്രമേഹം ഉള്ളവരിലാണോ? അല്ലാണ്ട് തന്നെ. അല്ലാതെ തന്നെ അവർ പരാതി പറയുമല്ലോ ലൈംഗിക ശേഷി കുറവുണ്ടെന്ന്. അല്ലെങ്കിൽ അതിനെന്തെങ്കിലും ടെസ്റ്റുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടോ? അതിനുള്ള ടെസ്റ്റുകൾ, ലൈംഗിക ശേഷി ഒരു വ്യക്തിക്ക് ഉണ്ടോ എന്നുള്ള ടെസ്റ്റ് ഇത് വേറൊരു ചോദ്യമാണ്. അത് വിവാഹമൊക്കെ കഴിഞ്ഞ് ലൈംഗികമായിട്ട് ബന്ധപ്പെടുന്നില്ല എന്ന് ഭാര്യ പരാതി പറയുമ്പോൾ ലൈംഗിക ശേഷി കുറവുണ്ടോ എന്നുള്ള ടെസ്റ്റ് ചെയ്യാൻ മെഡിക്കൽ കോളേജിലേക്കൊക്കെ വിടാറുണ്ട്. ഇദ്ദേഹത്തിന് ലൈംഗിക ശേഷിക്കുറവ് ഇല്ലെന്നോ ഉണ്ടെന്നോ പറയാൻ ഡോക്ടർമാർക്ക് കഴിയില്ല. അതേസമയത്ത് അദ്ദേഹത്തിന് അവയവ സംബന്ധമായിട്ട് മറ്റു കാര്യങ്ങളിൽ കുഴപ്പമില്ല എന്നുള്ളത് പറയാനേ പറ്റുള്ളൂ. കാരണം ഈ ഒരു വ്യക്തി ഇന്ന വ്യക്തിയായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന കഴിവുള്ള വ്യക്തിയാണോ എന്ന് ചോദിച്ചാൽ അത് നിർണ്ണയിക്കാനുള്ള ശരിയായ ഒരു പരിശോധന ഇപ്പോൾ വന്നിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ലിംഗത്തിന് ഇറക്ഷനുണ്ട്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയാൻ പറ്റും. പക്ഷേ ആ ഭാര്യയായിട്ട് ബന്ധപ്പെടാത്തതിന് മറ്റു പല കാര്യങ്ങളും ഉണ്ടായിക്കൂടെ? അപ്പോൾ ലൈംഗികമായിട്ട് അദ്ദേഹം ബന്ധപ്പെടാത്തതിന് ചിലപ്പോൾ അദ്ദേഹം ഹോമോസെക്ഷൽ ആണെങ്കിലോ അദ്ദേഹത്തിന് ബന്ധപ്പെടാൻ കഴിയില്ല. അപ്പോൾ അദ്ദേഹത്തിന് പൊട്ടൻസി ഇല്ല. ആ പരിശോധനയിൽ തന്നെ ഒത്തിരി ന്യൂനതകളുണ്ട്. ഡോക്ടർ, ഇപ്പോൾ രാത്രിയിലോ രാവിലെയോ ഒക്കെ സ്വാഭാവികമായിട്ട് ഉദ്ധാരണം കുറയാറുണ്ടല്ലോ, അത് എന്തിൻ്റെ സൂചനയാണ്? അല്ല, അത് സാധാരണ ഇതിൽ ഉറക്കത്തിൽ പുരുഷൻ്റെ ലിംഗം അറിയാതെ തന്നെ ഉയർന്നു വരാറുണ്ട്, നല്ല ദൃഢത കൈവരിക്കാറുണ്ട്. അത് ആരും അറിയാതെ തന്നെ അതങ്ങനെ പൊക്കോളും. രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ ഉദ്ധരിച്ചാണ് നിൽക്കേണ്ടത്. അങ്ങനെ ഉദ്ധരിച്ച് നിൽക്കുകയും അത് ഒത്തിരി കാരണങ്ങളുണ്ട് അതിന്. യൂറിനറി ബ്ലാഡറിൻ്റെ കംപ്രഷൻ, ന്യൂറോണൽ ഇഷ്യൂ, ഇതൊക്കെ. പ്രമേഹമുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ അവർ ഈ രാത്രിയിലും രാവിലെയുള്ള ഉദ്ധാരണം കുറഞ്ഞു പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം അവരുടെ ന്യൂറോണൽ ഇഷ്യൂ ആണ്, ഞരമ്പ് സംബന്ധമായ ഇഷ്യൂ ആണ്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇതും വരുന്നുണ്ട്, ഇത് രക്തക്കൊള്ളുകളുടെ ബ്ലോക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. രാവിലെ പുലർകാലമുള്ള ഉദാഹരണം കാണപ്പെടുന്നില്ലെങ്കിൽ എന്താണ് അതിൻ്റെ കാരണം എന്നുള്ളത് സെക്സോളജിസ്റ്റിനെ സമീപിച്ച് പരിശോധിച്ച് കാരണം കണ്ടുപിടിക്കണം. കാരണം കണ്ടുപിടിക്കാതെ സാരമില്ല എന്ന് പറഞ്ഞ് വിടുകയല്ല ചെയ്യേണ്ടത്. ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, പെന്നീസ് ഈസ് ദ ബാരോമീറ്റർ ഓഫ് ഓവറോൾ ഹെൽത്ത്. എന്ന് പറഞ്ഞാൽ ലിംഗോദ്ധാരണം രാവിലെ നടക്കുന്നുണ്ടെങ്കിൽ അവന് ആരോഗ്യകരമായിട്ട് കുഴപ്പമില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. കുഴപ്പമുണ്ടെന്നുണ്ടെങ്കിൽ ലിംഗോദ്ധാരണം നടക്കുകയില്ല. ഡോക്ടർ, ഇപ്പോൾ സ്ത്രീകളിലൊക്കെ ഉണ്ടാവുന്ന പ്രമേഹം, ഡയബറ്റീസ്, അതെങ്ങനെയാണ് ലൈംഗികാരോഗ്യത്തിന് ബാധിക്കുന്നത്? അയ്യോ, അത് സ്വാഭാവികമായിട്ട് പുരുഷന് ഇറക്ഷൻ ഉണ്ടാകുന്ന പോലെ സ്ത്രീകളുടെ യോനിയിൽ നനവുണ്ടാകാതെ വരും, അവിടെ ഡ്രൈനെസ് ഉണ്ടാകും, അതുപോലെ ബന്ധപ്പെടുമ്പോൾ വേദന ഉണ്ടാകും. ഇതുകൂടാതെ പുരുഷന് സാധാരണ കണ്ടുവരുന്ന ഒരു സംഗതിയാണ് അവരുടെ അഗ്രചർമ്മത്തിൻ്റെ അടിയിൽ എന്നാച്ചിൻ്റെ അണുബാധ ഉണ്ടാകുക, ബെലനൈറ്റിസ് എന്നാണ് പറയുക. അത് മിക്ക പുരുഷന്മാരിലും അത് കാണുന്നുണ്ട്, ഷുഗർ കൺട്രോൾഡ് അല്ലെങ്കിൽ. ഇതേ അവസ്ഥ തന്നെ സ്ത്രീകളുടെ യോനിയിലും വരും. ഫംഗൽ ഇൻഫെക്ഷനായിട്ട് വരാം. അതുപോലെ തന്നെ എന്നാച്ചിൻ്റെ അവിടുന്ന് ഒരു വൃത്തികെട്ട മണമുണ്ടാകുന്ന ഒരു അവസ്ഥ വരാം. ഇതൊക്കെ സ്ത്രീകളിൽ ഷുഗർ കൊണ്ടുണ്ടാകുന്നതാണ്. ഇതുകൂടാതെ താല്പര്യമില്ലാത്ത ഒരവസ്ഥയിലേക്ക് സ്ത്രീകൾ പോകാറുണ്ട്. അത് ഹോർമോൺ സംബന്ധമായതുമാകാം, ഞരമ്പ് സംബന്ധമായതുമാകാം. ഡോക്ടർ, അപ്പോൾ ഈ പ്രമേഹമുള്ള സ്ത്രീകളിലൊക്കെ ആവർത്തിച്ച് ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ടല്ലോ, അത് ലൈംഗിക ജീവിതത്തെ ബാധിക്കും? തീർച്ചയായിട്ടും ബാധിക്കും. അത് യോനിയുടെ ഘടന മാറ്റും,
അതുപോലെ തന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് വേദന ഉണ്ടാകാൻ പോകുന്നൊരവസ്ഥ വരും. അപ്പോൾ ഇങ്ങനെയുള്ള ദുരനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ലൈംഗികത എന്ന് പറഞ്ഞാൽ ആനന്ദത്തിന് വേണ്ടിയിട്ടുള്ളതാണോ? അങ്ങനെ ആനന്ദിക്കാൻ കഴിയാത്തൊരവസ്ഥ വരുമ്പോഴത്തേക്കും അവരെന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈംഗികതയോട് വിമുഖത കാണിക്കുകയും ഒരു താല്പര്യക്കുറവ് ഉണ്ടാകുകയും ചെയ്യും. അതുകൂടാതെ തന്നെ ഹോർമോൺ വ്യതിയാനം ഇവരുടെ ഈ പ്രമേഹമുള്ള വ്യക്തികളിൽ എപ്പോഴും കണ്ടുവരുന്ന ഒന്നാണ്. അങ്ങനെ ഹോർമോൺ വ്യതിയാനം ഉണ്ടാകുന്നതുകൊണ്ട് അതും സംഭവിക്കും. ഡോക്ടർ, ഇപ്പോൾ ഈ മെനോപോസിനോടടുത്ത സ്ത്രീകൾക്ക് ഡയബറ്റീസ് കൂടെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ? അല്ല, അതിൽ മെനോപോസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ആർത്തവവിരാമം ഉണ്ടാകുമ്പോൾ സ്ത്രീകളുടെ മാനസിക ഘടന തന്നെ മാറും. അവരുടെ ലൈംഗിക താല്പര്യത്തിൽ വ്യതിയാനം വരും. ചില സ്ത്രീകൾക്കത് വളരെയധികം ലൈംഗികത കൂടാം, ചിലർക്ക് ലൈംഗികത കുറയാം. അപ്പോൾ പിന്നെ എന്തായാലും ശരി, മെനോപോസ് ഉള്ള സ്ത്രീകളോട് അല്പം അകന്ന് നിൽക്കുന്നതാണ് നല്ലത്. ഞാനൊരു പുരുഷൻ എന്ന ലെവലില്ല, തൊട്ടതിനും പിടിച്ചതിനും ഇവിടുത്തെ ചേച്ചിക്ക് ഇന്നലെ മുതലൊരു ജലദോഷം എന്ന് പറഞ്ഞുകൊണ്ട് അത് ദേഷ്യവും ബഹളവും ആയിരിക്കും. അപ്പോൾ കഴിയുന്നതും വളരെ സൗമ്യമായിട്ട് അവരോട് പെരുമാറാൻ നിൽക്കണം. മെനോപോസ് അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. ആ അവസ്ഥയിൽ പ്രമേഹവും കൂടെ ഉണ്ടെങ്കിൽ അത് അധികരിക്കുകയാണ് ചെയ്യുക. അപ്പോൾ പ്രമേഹം ഉണ്ടാകുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇറിറ്റേഷൻ കൂടുതലായിട്ട് ഈ ഞരമ്പിൻ്റെയും ഹോർമോണിൻ്റെയും ഒക്കെ ഇടയായിട്ട്. അപ്പം മെനോപോസിന് നമുക്ക് ഹോർമോൺ തെറാപ്പി അങ്ങനെയൊക്കെ ചെയ്യാം. എന്നാലും ശരി, ഈ പ്രമേഹവും കൂടെ വരുമ്പോൾ അതിന് ശരിക്കുള്ള കൺട്രോൾ ചെയ്ത് എൻ്റെ അഭിപ്രായത്തിൽ അതിന് ഭർത്താവിന് ഒരു എഡ്യൂക്കേഷൻ കൊടുക്കുക വേണ്ടത്, എങ്ങനെ പെരുമാറണം എന്നുള്ളത്. അല്ലെങ്കിൽ ചട്ടിയും കലമൊക്കെ പൊട്ടാൻ തുടങ്ങും, അത്രേ ഉള്ളൂ. ഡോക്ടർ, അപ്പോൾ ഡയബറ്റീസ് ഉള്ള ആൾക്കാരിൽ മാനസിക സമ്മർദ്ദം അതുപോലെ തന്നെ പ്രകടന ഭയമൊക്കെ കൂടുതലായിട്ട് കാണാറുണ്ട്. അതെങ്ങനെയാണ് ബാധിക്കുന്നത്? അല്ല, അതൊരു സ്വാഭാവികമായിട്ടുള്ള പ്രശ്നമാണ്. ഡയബറ്റീസ് ഉള്ള രോഗികളിൽ ഏതെങ്കിലും രീതിയിലുള്ള ടെൻഷൻ ഉണ്ടാകുകയാണെങ്കിൽ അവരുടെ ഡയബറ്റിക് ലെവൽ കൂടും. അതുപോലെ തന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് എപ്പോഴും ടെൻഷൻ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ലൈംഗികതയും ബാധിക്കും, മറ്റ് ജീവിത രീതിയെയും ബാധിക്കും. എപ്പോഴും എന്നാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ സ്ട്രെസ് ഇല്ലാത്ത, അതായത് കൂടുതൽ പ്രശ്നങ്ങളില്ലാത്ത ഒരവസ്ഥയിലേക്ക്, ഇപ്പോൾ കണ്ടമാനം ദേഷ്യപ്പെടുന്ന അവസ്ഥ ഉണ്ടാകാതിരിക്കുക, അങ്ങനെയൊക്കെ പോകുന്നതാണ് നല്ലത്. അതേസമയത്ത് ലൈംഗികത എന്ന് പറയുമ്പോൾ എന്നാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രീതിയിലുള്ള സ്ട്രെസ്സ് വന്നു കഴിഞ്ഞാൽ ലൈംഗികത ഉണ്ടാവില്ല. അപ്പോൾ പ്രമേഹ രോഗികൾക്ക് ഈ സ്ട്രെസ്സും ഇതുമൊക്കെ കുറയ്ക്കുന്നത് തന്നെയാണ് നല്ലത്. ഈ ലൈംഗിക പ്രശ്നങ്ങളിലൊക്കെ കപ്പിൾ തെറാപ്പി എത്രത്തോളം എഫക്റ്റീവാണ്? അല്ല, അതിൻ്റെ കാരണം പ്രമേഹമുള്ള വ്യക്തികളിൽ കപ്പിൾ തെറാപ്പി ആവശ്യമാണ്. കാരണം എന്താണെന്നുണ്ടെങ്കിൽ ഭാര്യയുടെ എക്സ്പെക്റ്റേഷൻ ആ രീതിയിൽ, ഭാര്യയ്ക്കൊരു പ്രതീക്ഷ ഉണ്ടാവും, ആ രീതിയിൽ ഭർത്താവിന് ബന്ധപ്പെടാൻ കഴിയാത്തൊരവസ്ഥ വരുന്നു. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭാര്യയ്ക്ക് ചിലപ്പോൾ സംശയങ്ങൾ ഉടലെടുക്കുന്നുണ്ട്, ഇദ്ദേഹത്തിന് എന്നോട് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ്, ആ രീതിയിലുള്ള ഒത്തിരി കാര്യങ്ങളുണ്ടാവും. അങ്ങനെയുള്ള അവസ്ഥ വരുമ്പോൾ ഇവർ രണ്ടുപേരെ ഇരുത്തിയിട്ട് ഡയബറ്റിക് ആവുന്ന, അതായത് പ്രമേഹം ഉടലെടുക്കുന്ന ഒരു വ്യക്തിയുടെ ലൈംഗികത ഏതെല്ലാം രീതിയിലാണ് നശിച്ചു പോകുന്നത്, അതിനെന്തെല്ലാം പരിഹാരമാണ് ഉണ്ടാകുന്നത്, വേണ്ടത്, ഭാര്യയുടെ സപ്പോർട്ട് എത്രത്തോളം വേണം, ആ കാര്യങ്ങൾ. ഭാര്യ ഇൻസൾട്ട് ചെയ്യുന്ന ഒരു അവസ്ഥ വന്നാൽ പ്രമേഹ രോഗിക്ക് ലൈംഗികമായിട്ട് ബന്ധപ്പെടാൻ കഴിയില്ല. കാരണം സ്വാഭാവികമായിട്ടും ആഴ്ചയിൽ ഒരു 2-3 തവണ ബന്ധപ്പെടുമ്പോൾ ഒരു തവണ ചിലപ്പോൾ ഫെയിലാകുമ്പോൾ നിങ്ങൾ എന്തിനു കൊള്ളാമെന്ന് ചോദിച്ചാൽ അവർ ഒറ്റ വാക്ക് മതി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യത്തിൽ ഇവരെ കപ്പിൾ തെറാപ്പി കൊണ്ടുവരികയും രണ്ടുപേരെ ഒരുമിച്ചിരുത്തി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയൊക്കെ ചെയ്യണം. ഇനി തിരിച്ച് ഭാര്യയ്ക്കാണ് ലൈംഗികമായിട്ടുള്ള അഥവാ പ്രമേഹം ഉള്ളതെന്നിരിക്കട്ടെ, അവരെ സംബന്ധിച്ച് ഈ അണുബാധയൊക്കെ ഉണ്ടാകുമ്പോൾ ഭർത്താവിനൊരു അസ്വസ്ഥത വരും. അങ്ങനെ ഫംഗൽ ഇൻഫെക്ഷനൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ അവർ ബന്ധപ്പെടാതിരിക്കുമ്പോൾ ഭാര്യയുടെ കാര്യത്തിൽ ഭാര്യയ്ക്കൊരു അസ്വസ്ഥത ഉടലെടുക്കാൻ തുടങ്ങും. അപ്പോൾ ഇവരെ രണ്ടുപേരെ ഇരുത്തി ഈ പ്രമേഹത്തിൻ്റെ നിയന്ത്രണം എങ്ങനെ വേണം, അതിനെങ്ങനെ സപ്പോർട്ട് ചെയ്യണം, ഒരാളെ മണ്ണാങ്കട്ടയും കരിയിലും പോലെ തന്നെയാണത്. അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്ത് പോയാലേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. പ്രത്യേകിച്ച് പ്രായം കൂടുന്തോറും ഏതെങ്കിലും ഒരു വ്യക്തിക്ക് പ്രമേഹം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് നാം കണക്കിലെടുത്ത് ആ രീതിയിൽ ചികിത്സയിലേക്ക് വരികയാണ്. ആ രീതിയിലുള്ള സപ്പോർട്ടീവ് തെറാപ്പി ആവശ്യമാണ്. ഡോക്ടർ, അപ്പോൾ ഈ ഡയബറ്റീസ് ഉള്ള രോഗികളൊക്കെ അവരുടെ ലൈംഗികാരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? അല്ല, ലൈംഗികാരോഗ്യം സംരക്ഷിക്കുക എന്ന് പറയുമ്പോൾ അവിടെ ആദ്യം പ്രമേഹം നിയന്ത്രണത്തിൽ കൊണ്ടുവരിക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കാരണങ്ങൾ എന്താണ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഈ ഒരു സെക്സോളജിസ്റ്റിനെ സമീപിച്ചിട്ട് എന്താണ് തൻ്റെ ലൈംഗിക പ്രശ്നം എന്നുള്ളത് അവിടെ ചർച്ച ചെയ്യണം. അങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള കുറേ പരിശോധനകൾ, അതായത് പ്രത്യേകിച്ച് പ്രമേഹ രോഗികൾക്കുള്ള ഒരു പാക്കേജുണ്ട്. ആ രീതിയിലുള്ള പരിശോധനകൾ അവിടെ നടത്തേണ്ടി വരും. അങ്ങനെ പരിശോധനകൾ നടത്തി ഇതെങ്ങനെ വീണ്ടെടുക്കാം എന്നുള്ളത് ഡോക്ടർ പറഞ്ഞു തരും. അതിനനുസരിച്ച് മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. ഇനി ഒരു പരിശോധനയും നടത്താതെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ തമ്മിൽ കലഹിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ലൈംഗികത ഇല്ലാണ്ടാവും, ജീവിതം ഇല്ലാണ്ടാവും. അതുപോലെ തന്നെ പ്രമേഹം കൂടിയും വരും. പ്രമേഹത്തിന് എപ്പോഴും വേണ്ട എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചോണം, മരുന്ന്, അതുപോലെ വ്യായാമം, ആഹാര രീതി, ഈ നിയന്ത്രണം വേണം. ഇതുകൂടാതെ ഒരു കാര്യം കൂടി ഞാൻ പറയാം, നല്ല രീതിയിലുള്ള ഉറക്കം.
എന്ന് പറഞ്ഞാൽ ഈ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ മാനസിക സമ്മർദ്ദം ഉണ്ടാകാതിരിക്കുക. സമ്മർദ്ദം കൂടുതലായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പ്രമേഹം കൂടിപ്പോവും. അതിൻ്റെ ഹോർമോൺ ലെവലിൽ വ്യത്യാസം വന്നുകൊണ്ടാണ് അത് വരുന്നത്. ഇപ്പം കൂടുതൽ ആൾക്കാരും ഉറങ്ങുന്നത് രാത്രി 12 മണിക്ക് ശേഷമൊക്കെയാണ്, രാവിലെ വൈകി എണീക്കുകയും ചെയ്യും. അപ്പോൾ അത് നല്ലോണം ബാധിക്കുമല്ലോ. അല്ല, ഒരു 6 മണിക്കൂർ 8 മണിക്കൂറൊക്കെ 6 മണിക്കൂറെങ്കിലും ഉറങ്ങിയിരിക്കണം. അപ്പോൾ കുറച്ച് ലേറ്റായി കിടന്നിട്ട് ലേറ്റായിട്ട് എഴുന്നേൽക്കുന്നത് അത്ര വലിയ മോശമാണെന്ന് പറയാൻ പറ്റില്ല. നേരത്തെ കിടക്കുക നേരത്തെ എഴുന്നേൽക്കുക എന്നൊക്കെയുള്ളൊരു ഇതിനകത്ത് അതാണ് നല്ലതെന്നൊക്കെ നമുക്കൊരു കൺസെപ്റ്റ് ഉണ്ട്. എന്നിരുന്നാലും എൻ്റെ അഭിപ്രായത്തിൽ ഒരു 6 മുതൽ 8 മണിക്കൂർ വരെ ഉറക്കം കിട്ടുകയാണെങ്കിൽ അത് മതി. അത് പ്രമേഹ രോഗികൾക്കും അത് തന്നെ മതി. ഇനി കൂടുതൽ കണ്ടമാനം ഉറങ്ങി പോകുന്ന അത്ര നല്ല കാര്യമൊന്നുമല്ല. ഈ മദ്യപാനം പുകവലിയൊക്കെ ലൈംഗിക പ്രശ്നങ്ങൾ അധികമാക്കാനുള്ള സാധ്യതയുണ്ടോ? എന്താ സംശയം? അതായത് ഇത് പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അതായത് ഒരു പ്രമേഹ രോഗി മദ്യപിക്കുക അല്ലെങ്കിൽ സിഗരറ്റ് വലിക്കുക, ഇതുകൂടാതെ മറ്റെന്തെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ എരിതിയിൽ എണ്ണ ഒഴിക്കുന്നതിന് തുല്യമാണ്. കാരണം എനിക്ക് പല പേഷ്യൻസും വരാറുണ്ട്. അവരെന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ സാർ പ്രമേഹമുണ്ട്, അപ്പോൾ അതിനകത്ത് ഞാൻ മരുന്നുകളും കാര്യങ്ങളും എല്ലാ ചികിത്സയും ചെയ്ത് പ്രമേഹ രോഗ വിദഗ്ധൻ വേറെയും ചികിത്സിക്കുന്നുണ്ട്, ലൈംഗികത്തിൻ്റെ ചികിത്സ ഞാൻ ചെയ്യുന്നുണ്ട്. ഈ കൂട്ടത്തിൽ അവരോട് ഞാൻ ചോദിക്കുന്നൊരു ചോദ്യം, സിഗരറ്റ് വലിക്കാൻ? ഇല്ല സാർ, വല്ലപ്പോഴും ഒരു പാക്കറ്റ്, ഒരു 10 സിഗരറ്റ് അവർ വലിക്കുന്നുണ്ടെന്ന്. അപ്പോൾ ഈ 10 സിഗരറ്റ് വലിക്കുന്നതോടുകൂടി അവരുടെ രക്തക്കൊള്ളുകൾ വീണ്ടും ബ്ലോക്കാകുകയാണ്. പ്രമേഹം ഒരു വഴിക്ക് ബ്ലോക്കാകുന്നു, അതുകൂടാതെ സിഗരറ്റും കൂടെ ബ്ലോക്കാക്കുന്നു. അപ്പോൾ സിഗരറ്റ് അങ്ങനെ ബ്ലോക്കാക്കുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ലൈംഗിക ശേഷി ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോകും. ഞാനൊരു കാര്യം പറയട്ടെ, രക്തക്കൊള്ളെന്ന് പറയുന്ന ഒരു കുഴലാണ്, ഓക്കെ, സമ്മതിച്ചു. അത് ചുരുങ്ങി അതിൻ്റെ ആ ഘടന മൊത്തം മാറി അത് അമർന്നു പോയിട്ട് ഫൈബ്രോസിസ് ബാധിക്കുക എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് പോകും. അപ്പോൾ പിന്നെ ആ രക്തക്കൊള്ളുകൾക്ക് തുറക്കാൻ കഴിയില്ല. അപ്പോൾ ഇവിടെ വരുന്ന ടെസ്റ്റുകളെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് പരിശോധനയെല്ലാം നടത്തി ഞാൻ മരുന്നുകളൊക്കെ കൊടുത്തിട്ട് മരുന്നിന് പ്രയോജനം ലഭിക്കാതാവുമ്പോൾ എന്നോട് ഞാൻ ഇത്രയും പൈസ മുടക്കിയതല്ലേ, എനിക്ക് എന്തുകൊണ്ടാണ് പ്രയോജനം ലഭിക്കാത്തതെന്ന് ചോദിക്കും. എനിക്ക് അവരോട് പറയാനുള്ളത്, പ്രയോജനം ലഭിക്കണം എന്നുള്ള ഉദ്ദേശത്തോടെയാണല്ലോ നമ്മൾ മരുന്ന് നൽകുന്നത്. നിങ്ങളതിനെ നേരെ നാരായണത്ത് ഭ്രാന്തൻ്റെ കളിയാണ് കളിക്കുന്നത്. ഞാൻ കല്ലെടുത്ത് മേലോട്ട് കയറ്റുമ്പോൾ കല്ലെടുത്ത് ഉരുട്ടി താഴോട്ട് ഇടുക എന്ന് പറയുന്ന പരിപാടിയാണ് ഇവർ ചെയ്യുന്നത്. സിഗരറ്റ് വലിച്ചും മദ്യപാനം കൊണ്ടും അതാണ് ചെയ്യുന്നത്. പിന്നെ മദ്യപാനത്തിൽ ഒരു ചില സ്ത്രീകൾക്ക് പോലും ഭർത്താവ് അല്പം മദ്യപിക്കുന്നത് ഇഷ്ടമാണ്. അതിൻ്റെ ചില സ്ത്രീകൾക്ക്, എല്ലാ സ്ത്രീകൾക്കും അല്ല. അതിൻ്റെ കാരണം ലൈംഗികമായിട്ട് ബന്ധപ്പെടുമ്പോൾ തേനെ മോളെ കരളെ എന്നൊക്കെ പിടിച്ച് ശൃംഗാരമൊക്കെ കൂടുതൽ വരും. വളരെ നല്ലതാണ്, നല്ല കാര്യമാണ് ശൃംഗാരമൊക്കെ വരുന്നത്. മാത്രമല്ല അവർക്ക് കുറച്ചുകൂടി ഒരു ഇൻറ്റിമസി കൂടുന്നതായിട്ടൊക്കെ തോന്നും. പക്ഷേ വാസ്തവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മദ്യം കഴിക്കുന്നതോടുകൂടി ഇതിനകത്ത് ആ രീതിയിലുള്ള ഒരു പ്രകടനപരത ഉണ്ടാക്കുക എന്നുള്ളതല്ലാതെ പെർഫോമൻസ് ഉണ്ടാക്കാൻ മദ്യത്തിന് ഒട്ടും കഴിയില്ല. പിന്നെ കുറച്ച് കഴിയുമ്പോൾ മദ്യം ഈ പറഞ്ഞ രീതിയിൽ രക്തക്കൊള്ളുകൾക്കും ഞരമ്പുകൾക്കും ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങും. പിന്നെ ഇതിൻ്റെ അഡിക്ഷൻ ഭയങ്കരമാണ്. പിന്നെ ലൈംഗികമായിട്ട് ബന്ധപ്പെടുമ്പോൾ ഒന്ന് വീശുന്നതിന് വരെ 2 ആവണം, 2 4 ആവണം, അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അവസാനം പിന്നെ ഒന്നും കഴിയാത്ത അവസ്ഥയിലേക്കും പോകും. ഇതാണ് മദ്യവും സിഗരറ്റും ഞാൻ ഒരിക്കലും അനുകൂലിക്കുന്ന ഒരു ഘടകമല്ല. മാത്രമല്ല നമ്മുടെ ആരോഗ്യത്തെയും തകർക്കും, ലൈംഗികതയും തകർക്കും. ഡോക്ടർ, അപ്പോൾ ഈ ലൈംഗിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത് ഹൃദ്രോഗത്തിൻ്റെ ആദ്യത്തെ ലക്ഷണമായിട്ട് കാണാൻ കഴിയുമോ? തീർച്ചയായിട്ടും ഹൃദ്രോഗത്തിൻ്റെ ആദ്യ ലക്ഷണം തന്നെയാണ് ലൈംഗിക പ്രശ്നങ്ങൾ. അപ്പം അങ്ങനെ വരുന്ന ആ ഹൃദ്രോഗത്തിൻ്റെ ആദ്യ ലക്ഷണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ ഇതിൽ നമ്മുടെ രക്തക്കൊള്ളുകൾ ലിംഗത്തിലേക്കുള്ളത് ആദ്യം ബ്ലോക്കാവും, അത് കഴിഞ്ഞ് ഹൃദയത്തിലേക്കുള്ളത് ബ്ലോക്കാവും, പിന്നെയാണ് തലച്ചോറിലേക്കുള്ളത് ബ്ലോക്കാവുന്നത്. അപ്പം ഞങ്ങളതിന് പറയുന്നത് ഫസ്റ്റ് പെനൈൽ അറ്റാക്ക്, സെക്കൻഡ് ഹാർട്ട് അറ്റാക്ക്, പിന്നെ ബ്രെയിൻ അറ്റാക്ക്. അപ്പോൾ ഈ പെനൈൽ അറ്റാക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ, അതായത് ലൈംഗിക ശേഷിക്കുറവ് ഉണ്ടായിക്കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഹാർട്ട് അറ്റാക്കാണ്. അപ്പോൾ അതിന് മുമ്പ് തന്നെ ലൈംഗിക പ്രശ്നങ്ങൾ കണ്ടുപിടിച്ച് ചികിത്സിക്കുകയാണെങ്കിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അതേസമയത്ത് പ്രമേഹ രോഗികൾക്കൊരു പ്രത്യേകതയുണ്ട്. അവർക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കി അവരറിഞ്ഞോളണമെന്നില്ല. ഹാർട്ട് അറ്റാക്ക് വരുന്നവരറിയില്ല, കൂടിപ്പോയി ഒരു ഛർദിയോ അങ്ങനെ വല്ലതും വരുള്ളൂ. കാരണം ആ രീതിയിലുള്ള വേദന അറിയാനുള്ള കഴിവ് പ്രമേഹ രോഗികൾക്ക് ഇല്ലാതാവുന്നുണ്ട്. അപ്പം എൻ്റെ അഭിപ്രായത്തിൽ ലൈംഗിക ശേഷിക്കുറവുണ്ടെങ്കിൽ ആ രോഗിക്ക് ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൂടാതെ വേറൊരു പ്രശ്നം കൂടെ ഉണ്ട്. പ്രമേഹ രോഗികൾക്ക് ഹാർട്ട് അറ്റാക്ക് സൈലൻ്റായിട്ട് വരും. അപ്പോൾ അവർക്ക് ആ സൈലൻ്റായിട്ട് വന്നത് രോഗി പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ മെഡിക്കൽ ഷോപ്പിൽ ചെന്നിട്ട് എനിക്ക് ലൈംഗികമായിട്ടുള്ള പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ നേരെ ഒരു വയാഗ്ര എടുത്തു കൊടുക്കും. ഈ വയാഗ്ര കഴിക്കുമ്പോൾ ഇദ്ദേഹം കൊളാപ്സായി പോവും. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറ്റാക്ക് വന്നതും സ്ട്രോക്ക് വന്നതുമായിട്ടുള്ള വ്യക്തികൾ
1-2 മാസത്തേക്ക് വയാഗ്ര എന്ന് പറയുന്ന ഗുളിക കഴിക്കാൻ പാടില്ല. അപ്പോൾ മെഡിക്കൽ ഷോപ്പിലിരിക്കുന്ന പയ്യൻ അതുവല്ലോ അറിയോ? അവനറിയില്ല. അവനെ സംബന്ധിച്ചിടത്തോളം അവൻ എന്താ അവിടെ കരുതുന്നത്? ഇതാ ലൈംഗിക ശേഷിക്കുറവ്, എന്നാ വയാഗ്ര, പനിക്ക് പാരസെറ്റമോൾ, അതുപോലെയാണ് അവൻ കരുതുന്നത്. അവനെ കുറ്റം പറയാൻ പറ്റില്ല. അപ്പോൾ അത് എടുത്തു കൊടുത്തു, ഇദ്ദേഹം കഴിച്ചു, അങ്ങനെ കൊളാപ്സ് ആവുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും. അപ്പോൾ പ്രമേഹ രോഗികൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ അടുക്കും ചിട്ടയോട് കൂടി പോകണം. ലൈംഗിക ശേഷിക്കുറവ് അനുഭവപ്പെടുന്നതായിരിക്കും അവരുടെ ഹൃദ്രോഗത്തിൻ്റെ ആദ്യ ലക്ഷണം. അതുകൊണ്ട് അവർ ചികിത്സിച്ചേ പറ്റുള്ളൂ ആ ലൈംഗിക ശേഷിക്കുറവ്. അപ്പോൾ ECG എടുക്കുമ്പോൾ അതിൻ്റെ ചേഞ്ച് കാണാൻ പറ്റും. ആ സമയത്ത് അവർക്ക് വേറെ രീതിയിലുള്ള കയറ്റം കയറുമ്പോൾ വേദന ഉണ്ടായിക്കോളും, ചിലപ്പോൾ മറിഞ്ഞിട്ട് താഴോട്ട് വീഴും. അതാണ് സംഭവം. ഡോക്ടർ, അപ്പോൾ ഈ ഡയബറ്റീസ് കാരണം വരുന്ന ലൈംഗിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് നമുക്ക് ചികിത്സിച്ച് മാറ്റാൻ കഴിയും? അത് സ്ത്രീക്കാകട്ടെ പുരുഷനാകട്ടെ ചികിത്സിച്ച് മാറ്റാൻ കഴിയും. ഈ പറഞ്ഞ വാക്ക് ഞാനിപ്പോൾ പിൻവലിക്കാം. അതായത് ചികിത്സിച്ച് മാറ്റാൻ കഴിയുമെന്ന് പറഞ്ഞാൽ ആളുകൾ തെറ്റിദ്ധരിക്കുന്ന പോലെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഫൈബ്രോസിസ് പോലെയുള്ള, നമ്മളൊരു 60 വയസ്സായ വ്യക്തി 40 വയസ്സിൽ ഇത് പ്രമേഹം തുടങ്ങി, അദ്ദേഹം ചികിത്സകളൊന്നും എടുക്കുന്നില്ല. 60 വയസ്സായ വ്യക്തി ആ സമയത്ത് മാത്രം ലൈംഗിക പ്രശ്നമായിട്ട് വന്നാൽ ചികിത്സിക്കാൻ കഴിയില്ല എന്നല്ല, ചില വ്യക്തികൾക്ക് അത് എത്രത്തോളം ബ്ലോക്ക് ഉണ്ടെന്നുള്ളത് നമ്മൾ നോക്കണം. ആ ബ്ലോക്ക് വളരെ കൂടുതലാണ്, ഈ ശസ്ത്രക്രിയ വേണ്ടി വരും, അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ കൊണ്ട് മാറ്റാൻ പറ്റും. സാധാരണഗതിയിൽ അത് ഗുളിക കൊണ്ട് തന്നെ ചികിത്സിച്ച് മാറ്റാം. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്കിങ്ങനെ അടിക്കടി അണുബാധ വരുന്നു. അണുബാധ വരുന്നത് അതിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും സ്ത്രീകൾക്കത് ബുദ്ധിമുട്ടായിരിക്കും. അവർ മെഡിക്കൽ ഷോപ്പിൽ പോയി കുറച്ച് ഓയിൻമെൻറ്റ് വാങ്ങി അവിടെ പരട്ടും. അങ്ങനെ ഓയിൻമെൻറ്റ് വാങ്ങി യോനിക്കുള്ളിൽ പരട്ടുകയും ആ പ്രദേശത്ത് പരട്ടുകയും ചെയ്യുമ്പോൾ ചിലപ്പോൾ സ്റ്റീറോയിഡ് അടങ്ങിയ ഓയിൻമെൻറ്റൊക്കെ ആയിരിക്കും ലഭിക്കുന്നത്. അതൊരിക്കൽ പരട്ടുമ്പോൾ സമാധാനം കിട്ടുമ്പോൾ വീണ്ടും അത് തന്നെ പരട്ടിക്കൊണ്ടിരിക്കും. ഈ അണുബാധ കൂടിക്കൂടി അത് ഗർഭപാത്രത്തിലേക്ക് പോവുകയും അത് ഭാവിയിലത് അർബുദമായിട്ടൊക്കെ മാറാൻ പറ്റും. അത് മാത്രമല്ല അവിടെ ഗർഭപാത്രത്തിൽ അവിടെ ദുർഗന്ധം ഉണ്ടാകുകയും ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യും. എൻ്റെ അഭിപ്രായത്തിൽ പ്രമേഹമുള്ള വ്യക്തികളെ ലൈംഗിക പ്രശ്നങ്ങളുണ്ടെങ്കിൽ ചികിത്സിക്കുന്നതിന് എത്രത്തോളം നേരത്തെ ചികിത്സിക്കുന്നോ അത്രത്തോളം നല്ലത്. എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. ചികിത്സ നീട്ടിക്കൊണ്ട് പോകുന്നതല്ലല്ലോ നല്ലത്. ഡോക്ടർ, ഈ ലൈംഗിക പ്രശ്നങ്ങളൊക്കെയുള്ള രോഗികൾ എപ്പോഴാണ് ശരിക്കും ഒരു ഡോക്ടറെ സമീപിക്കേണ്ടത്? അല്ല, പ്രമേഹമുള്ള രോഗികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലൈംഗിക പ്രശ്നം ഏതെങ്കിലും ചെറിയ രീതിയിലൊരു നേരിയ സംശയം ഉണ്ടെങ്കിൽ പോലും അപ്പോൾ തന്നെ ഡോക്ടറെ സമീപിക്കുന്നതാണ് നല്ലത്. അല്ല, നീട്ടിക്കൊണ്ട് പോകരുത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, അത് ഹാർട്ട് അറ്റാക്കിലേക്ക് പോകാം, പ്രശ്നങ്ങളിലേക്ക് പലതിലേക്കും പോകാം. ഡോക്ടർ, ഇപ്പോൾ കൂടുതലായിട്ടും കണ്ടുവരുന്നൊരു കാര്യമാണ് എന്തായാലും ചെറിയൊരു പനിയാണെങ്കിൽ പോലും സ്വയം ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത്. അപ്പോൾ ഈ ലൈംഗിക പ്രശ്നങ്ങൾക്കൊക്കെ സ്വയം തന്നെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത്, അല്ലെങ്കിൽ മരുന്ന് വാങ്ങി കഴിക്കുന്നത്? ഒരു രോഗി അങ്ങനെ ചെയ്യരുതെന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, പ്രമേഹമുള്ള രോഗികളിൽ അങ്ങനെ സ്വയം ചികിത്സിക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച അറിയാണ്ട് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായിട്ടുണ്ടാകും, കാര്യങ്ങളൊന്നും മനസ്സിലാവില്ല, അവർ ഗുളിക കഴിക്കുമ്പോൾ അവർ കൊളാപ്സായി പോകാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ ബോധം കെട്ട് താഴോട്ട് പോകും, പ്രഷർ അത്രയ്ക്ക് കുറഞ്ഞു പോകും. ഈ ലൈംഗിക പ്രശ്നങ്ങൾക്കുള്ള ഈ വയാഗ്ര അങ്ങനെയുള്ള ഗുളികകൾ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കഴിക്കുന്നത് തെറ്റാണ്. അതുപോലെ തന്നെ മെഡിക്കൽ ഷോപ്പുകാർ അത് കൊടുക്കുന്നതും ഡോക്ടർ നിർദ്ദേശപ്രകാരം അല്ലാതെ കൊടുക്കുന്നതും തെറ്റാണ്. പിന്നെ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് നിയമങ്ങളൊക്കെ ദുർബലന് മാത്രം ബാധകമായിട്ടുള്ളൊരു കാര്യമാണ്. അത് എല്ലാം അങ്ങനെയൊക്കെ അങ്ങ് നടന്നു പോകുന്നുണ്ട്. അത് ആരോഗ്യരംഗത്ത് ആ രീതിയിൽ വരുമ്പോൾ അവിടെ പൊറുക്കാൻ പറ്റാത്ത തെറ്റായി അത് ചിലപ്പോൾ മാറും. ഡോക്ടർ, ഇപ്പോൾ ഡയബറ്റീസ് വന്നു കഴിഞ്ഞാൽ ലൈംഗിക ജീവിതം അവിടെ അവസാനിച്ചു, അങ്ങനെയാണ്. അപ്പോൾ അത് ശരിയാണോ? അതൊക്കെ തെറ്റാണ്. അങ്ങനെയൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. ഡയബറ്റീസ് വന്നു കഴിഞ്ഞാൽ ലൈംഗിക ജീവിതം എന്നല്ല, അതിനകത്ത് നമ്മൾ ലൈംഗികത അവിടെ അവസാനിക്കുന്നു എന്നല്ല കരുതേണ്ടത്. ഡയബറ്റീസ് ശരിക്കും കൺട്രോൾ ചെയ്ത് ലൈംഗിക പ്രശ്നങ്ങൾക്കുള്ള ചികിത്സയും കൂടെ നൽകുകയാണെങ്കിൽ അവർക്ക് ചെറുപ്പക്കാരെ പോലെ തന്നെ പെർഫോം ചെയ്യാൻ പറ്റും. അവനവനായിട്ടിത് ലൈംഗികത വന്നിട്ട് നശിപ്പിക്കുന്നത് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. കാരണം ചികിത്സിക്കാനുള്ള മടി ഒന്ന് ലൈംഗിക കാര്യങ്ങളിൽ, പിന്നെ 2 പ്രമേഹത്തെ നിഷേധിക്കുക. അതായത് അതൊന്നും വലിയ കാര്യമൊന്നുമല്ല. പ്രമേഹം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോ കോശവും ഓരോ ദിവസവും മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനങ്ങനെ ഓരോ അവയവങ്ങൾക്കും അത് തകരാറുണ്ടാക്കുകയാണ്. ആ രീതിയിൽ പ്രമേഹത്തെ നമ്മൾ കൺട്രോൾ ചെയ്ത് പോവുകയാണെങ്കിൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു എങ്ങനെ കൺട്രോൾ ചെയ്യണമെന്ന്, ആ രീതിയിൽ പോവുകയാണെങ്കിൽ, ശരിക്കുള്ള ചികിത്സയൊക്കെ പോവുകയാണെങ്കിൽ ലൈംഗികതയൊന്നും നഷ്ടപ്പെടുകയില്ല. അത് സ്വാഭാവികമായിട്ടും മുന്നോട്ട് പോകുന്ന ഒന്ന് തന്നെയാണ്. ഡോക്ടർ, ഈ ലൈംഗിക പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഒരു വയസ്സിൻ്റെ മാത്രം ഭാഗം അല്ലല്ല, അത് വാർച്ചയ്ക്ക് ഇപ്പോൾ 90 വയസ്സും 80 വയസ്സും ആയ ദമ്പതിമാരൊക്കെ നല്ല രീതിയിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നുണ്ട്. അവർ ആസ്വദിച്ച് ലൈംഗികത്തിൽ വരാൻ കഴിയുന്നുണ്ട്. 40-45 വയസ്സായ വ്യക്തികൾക്ക് ലൈംഗികത്തിൽ ബന്ധപ്പെടാനോ ആസ്വാദനം ഇല്ലാതെയും പോയിക്കുന്നുണ്ട്. അപ്പോൾ പ്രായമല്ല അതിൻ്റെ പ്രശ്നം. നമ്മളിൽ എത്രത്തോളം അസുഖങ്ങളുണ്ട്, പ്രഷറുണ്ടോ, പ്രമേഹമുണ്ടോ,
അതുപോലെ തന്നെ കൊളസ്ട്രോൾ ഉണ്ടോ, അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് അതിനകത്ത് ഇതിലേക്ക് കൊണ്ടുപോകുന്നത്, ഈ ലൈംഗിക ശേഷി കുറവിലേക്ക് പോകുന്നത്. ഞങ്ങളുടെ ഇതിലൊരു ട്രയോ എന്ന് പറഞ്ഞൊരു ത്രിമൂർത്തികൾ, അതായത് ത്രിമൂർത്തികൾ എന്ന് പറഞ്ഞാൽ പ്രഷർ, പ്രമേഹം, കൊളസ്ട്രോൾ, ഇതൊരു ത്രിമൂർത്തികളായിട്ടാണ് ഞങ്ങൾ പറയാറുള്ളത്. അത് മെഡിക്കൽ ഫീൽഡിൽ അങ്ങനെ ആ ത്രിമൂർത്തികളിൽ പ്രമേഹമായിരിക്കും ആദ്യം വരുന്നത്. ഈ പ്രമേഹം ചികിത്സിക്കാതിരുന്നാലോ പ്രഷറിലേക്ക് പോകും. കാരണം രക്തക്കൊള്ളുകൾ തകരാറാക്കുന്നു, ഞരമ്പുകൾ തകരാറാകുന്നു, അപ്പോൾ പ്രഷർ ഉടലെടുക്കുന്നു. അതുപോലെ തന്നെ കൊളസ്ട്രോളിലേക്കും അത് പോകും. അപ്പോൾ കൊളസ്ട്രോള്, പ്രഷർ, പ്രമേഹം ഇത് മൂന്നും കൺട്രോൾ ചെയ്ത് പോവുകയാണെങ്കിൽ, അപ്പോൾ പ്രമേഹ രോഗികൾ തുടക്കത്തിൽ തന്നെ പ്രമേഹം കൺട്രോൾ ചെയ്താൽ അത് കൊളസ്ട്രോളിലേക്ക് ഇതിലേക്കും പോവില്ല, അത് പ്രഷറിലേക്കും പോവില്ല. പിന്നെ അമിതവണ്ണം ഉണ്ടാകാതെ നോക്കുക. അപ്പം അങ്ങനെ നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ അവിടെ ഒരു പ്രായത്തിനൊരു പ്രസക്തിയേ ഇല്ല. പ്രായം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 70-75 വയസ്സായ വ്യക്തികളും പീഡന കേസിലും ഒക്കെ വരുന്നില്ലേ? അപ്പോൾ പ്രായമാണോ അതിൻ്റെ പ്രശ്നം? അല്ലല്ലോ. അത് മാത്രമല്ല, ഇപ്പം പല കേസുകളിലും ആ രീതിയിലുള്ള റിപ്പോർട്ടുകൾ കാണുന്നുണ്ട് ക്രിമിനൽ റെക്കോർഡുകളിൽ. ഡോക്ടർ, ഈ ഡയബറ്റിക് ന്യൂറോപ്പതി എങ്ങനെയാണ് ലൈംഗിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? അതായത് ശരിക്കും പറഞ്ഞാൽ പ്രമേഹത്തിൻ്റെ ഒരു അവസ്ഥ തന്നെയാണ് ഈ ന്യൂറോൺ തകരാറിലാക്കുക, ഞരമ്പുകൾ തകരാറിലാക്കുക എന്നുള്ളത്. അത് ഞരമ്പുകൾ എങ്ങനെയാണ് തകരാറിലാക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞരമ്പിന് നമ്മുടെ ഒരു സാധാരണ കോശം പോലെ കരുതിയാൽ മതി. അതിനെന്ത് വേണം? ഓക്സിജൻ വേണം, ആഹാരം വേണം, അതായത് ഗ്ലൂക്കോസ് വേണം. പിന്നെ അതിലുണ്ടാകുന്ന വിസർജ്യ വസ്തുക്കൾ പുറന്തള്ളപ്പെടുകയും ചെയ്യണം. ഈ 3 കാര്യവും പ്രമേഹം കൂടിക്കഴിഞ്ഞാൽ, അതായത് ആദ്യം എന്താ സംഭവിക്കുന്നത്? അതിന് ഓക്സിജൻ കിട്ടണമെങ്കിൽ അതിലേക്ക് രക്തക്കൊഴലൊരെണ്ണം വരണം. അതിലേക്കൊരു ചെറിയ രക്തക്കൊഴലാണ് ഇത് വരുന്നത്. അതങ്ങ് ബ്ലോക്കാകുക. ഞങ്ങളുടെ ഭാഷയിൽ മൈക്രോ ആൻജിയോപ്പതി, അതായത് ചെറിയ രക്തക്കൊഴലുകൾ ബ്ലോക്കാവുന്നു. അപ്പോൾ ഞരമ്പിന് അതിന് എന്ത് കിട്ടുന്നില്ല? ഗ്ലൂക്കോസും കിട്ടില്ല, ഓക്സിജനും കിട്ടില്ല. അപ്പോൾ അത് വിശക്കാൻ തുടങ്ങും. അപ്പോൾ നമ്മുടെ ഈ ഞരമ്പുകളിലൊരു ഒരു കുത്തിക്കൊള്ളുന്ന പോലെ ഒരു വേദന വരും, സ്പർശനശേഷി ഇല്ലാതെയാവും. അതുപോലെ തന്നെ ചില സമയത്ത് ഇങ്ങനെ ഷോക്ക് അടിക്കുന്ന പോലെ ഒരവസ്ഥ വരും. ഇതാണ് ന്യൂറോപ്പതി. അപ്പം ശരിക്കും പ്രമേഹം കൺട്രോൾ ചെയ്യപ്പോഴാണ് ഈ മൈക്രോ ആൻജിയോപ്പതി ഉണ്ടാവില്ല. അപ്പോൾ മൈക്രോ ആൻജിയോപ്പതി തിരുത്തി നന്നാക്കി എടുത്തുകൊണ്ട് വരുമ്പോഴത്തേക്കും എന്താണ്, ഈ ഞരമ്പ് അവിടെ മരിച്ചു പോയിട്ടുണ്ടാവും. നമ്മുടെ തലച്ചോറിലെ കോശങ്ങൾക്ക്, ഞരമ്പുകൾക്കൊക്കെ അതായത് കൂടുതൽ സമയം ഓക്സിജൻ ഇല്ലാതെ നിലനിൽക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് പെട്ടെന്ന് മരണം സംഭവിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ എൻ്റെ അഭിപ്രായത്തിൽ പ്രമേഹം വേണ്ട രീതിയിൽ കൺട്രോൾ ചെയ്യുകയാണ് ഡയബറ്റിക് ന്യൂറോപ്പതിയിലേക്ക് പോവില്ല. ഇനി ഡയബറ്റിക് ന്യൂറോപ്പതി 2 രീതിയിലുണ്ട്. ഒന്ന് പെരിഫറൽ, നമുക്കറിയാവുന്ന കൈയും കാലും അതിനൊക്കെ കൊടുക്കുന്ന ഞരമ്പുകൾക്ക്. അങ്ങനെ പെരിഫറൽ ന്യൂറോപ്പതി വരുന്ന വ്യക്തികൾക്ക് അവസാന ഘട്ടത്തിൽ അവർ ചെരുപ്പ് ഊരി പോണത് പോലും അറിയില്ല. അതാണ്. ലൈംഗിക ശേഷി ഉണ്ടാകുന്നതിന് ഓട്ടോണോമിക് ന്യൂറോപ്പതിയാണ് അതായത് നമ്മുടെ അവയവങ്ങളിലേക്ക് കൊടുക്കുന്നത്. അവിടെ കൊടുക്കുന്നതിൽ ന്യൂറോപ്പതി വന്നു കഴിഞ്ഞാൽ ലിംഗത്തിലേക്കുള്ള ഉദ്ധാരണം ഇല്ലാണ്ടാവും. അതാണ് ഈ ന്യൂറോപ്പതി വഴിക്ക് വരുന്നത്. അപ്പോൾ ശരിക്കും ന്യൂറോപ്പതി എന്ന് പറയുന്നത് നമ്മൾ ക്ഷണിച്ചു വരുത്തുന്ന ഒരവസ്ഥയാണ് പ്രമേഹത്തിൽ. അത് വരുത്താതിരിക്കുകയാണ് ആദ്യം വേണ്ടത്. അതായത് കണ്ടമാനം മദ്യപിച്ച് കിടക്കുക, ഇത് ചെയ്യുക, സിഗരറ്റ് വലിച്ച് കിടക്കുക, ഒരു കൺട്രോളും ഇല്ലാതെ പ്രമേഹത്തെ കൊണ്ടുപോവുക, അങ്ങനെയൊക്കെ വരുമ്പോൾ ന്യൂറോപ്പതിയിലേക്ക് അത് പോകും. ന്യൂറോപ്പതി വന്നു കഴിഞ്ഞാൽ ചികിത്സിക്കാമെന്നല്ലാതെ അതിനൊരു പരിപൂർണ മാറ്റത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞോളണമെന്നില്ല. ചിലത് കഴിഞ്ഞോളണമെന്നില്ല. അതുകൊണ്ട് ശ്രദ്ധിക്കുക, ന്യൂറോപ്പതിയിലേക്ക് കൊണ്ടുപോകാതിരിക്കുക. ഡോക്ടർ, അപ്പോൾ ഈ ലൈംഗിക പ്രശ്നങ്ങളൊക്കെ മറച്ചു വെക്കാതെ ചികിത്സ തേടേണ്ടതിൻ്റെ ആവശ്യകത എന്താണ്? അതിപ്പോൾ ഇത്രയും കാര്യം പറഞ്ഞത് അത് തന്നെയല്ലേ. അതായത് ലൈംഗിക പ്രശ്നങ്ങൾ പ്രമേഹ രോഗി മറച്ചു വയ്ക്കുകയാണെങ്കിൽ ആദ്യത്തെ സൂചനയാണത്. ഹാർട്ട് അറ്റാക്ക് വരാൻ പോകണു, അതായത് സ്ട്രോക്ക് വരാൻ പോകുന്നു, അതുപോലെ തന്നെ മറ്റ് പ്രശ്നങ്ങൾ, ഗുരുതരമായ പ്രശ്നങ്ങൾ ഉടലെടുക്കാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ആദ്യ സൂചന ലഭിച്ചു കഴിഞ്ഞു. ഈ ആദ്യ സൂചനയെ നമ്മൾ അവഗണിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ആളുടെ ആരോഗ്യം തന്നെ, അത് മരണം വരെ സംഭവിക്കാം. അപ്പോൾ അതുകൊണ്ടാണ് ലൈംഗികമല്ല അവിടുത്തെ പ്രശ്നം. നമ്മുടെ ആരോഗ്യം നിലനിർത്തണം എന്നുണ്ടെങ്കിൽ ആദ്യം കിട്ടുന്ന ഒരു സൂചനയാണത്. ആ സൂചനയെ നമ്മൾ വെല്ലുവിളിക്കുകയാണെങ്കിൽ പോയില്ല കാര്യം. ഈ ഡയബറ്റീസ് ഉള്ള രോഗികൾക്കൊക്കെ ഡോക്ടർക്ക് നൽകാൻ കഴിയുന്ന ഒരു സന്ദേശം എന്താണ്? എനിക്ക് നൽകാൻ കഴിയുന്ന സന്ദേശം എന്ന് പറഞ്ഞാൽ, ഞാൻ ഒട്ടനവധി രോഗികളെ 10-20 വർഷമായിട്ട് ചികിത്സിക്കുന്നുണ്ട് ഈ ലൈംഗിക കാര്യങ്ങളിൽ. അതിന് മുമ്പ് തന്നെ ചികിത്സ പല രീതിയിലുള്ള ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ പ്രമേഹ രോഗികളുടെ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്, സാധാരണ ഇതിൽ ഇവർക്ക് നേരത്തെ പറഞ്ഞ നിഷേധം, ഇതൊരു പ്രശ്നവുമില്ല, ഞാൻ തന്നെ കൺട്രോൾ ചെയ്തോളാം, എനിക്ക് അതിനകത്ത് ഭയപ്പെടാനൊന്നുമില്ല, അങ്ങനെ
ഞാൻ തന്നെ അത് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോയിക്കൊള്ളാം. അങ്ങനെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമേ അല്ല പ്രമേഹം. സ്വാഭാവികമായിട്ട് പ്രമേഹം ഉടലെടുത്തു കഴിഞ്ഞാൽ അതിന് നമ്മൾ എന്ത് ചെയ്യണം? ശരിയായ ചികിത്സയിലേക്ക് വരണം. ശരിയായ ചികിത്സയിലേക്ക് വന്നാൽ ലൈംഗികത നഷ്ടപ്പെടില്ല, ഹാർട്ടിന് പ്രശ്നം ഉണ്ടാവില്ല, മറ്റ് അവയവങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവില്ല. ഏതെങ്കിലും ഒരു വിവരമില്ലാത്ത ഒരുത്തൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗുളിക കഴിച്ചാൽ നിൻ്റെ കിഡ്നി പോവും, അല്ലെങ്കിൽ ഇതാണ് നിൻ്റെ ഈ ഗുളിക കഴിക്കുന്നതാണ് നിൻ്റെ പ്രശ്നങ്ങളുടെ എല്ലാം കാരണം എന്ന് പറഞ്ഞാൽ അവരാ ഗുളിക നിർത്തും. അങ്ങനെ ഗുളിക നിർത്തി കഴിഞ്ഞിട്ട് വീണ്ടും അവരുടെ HbA1c മുമ്പോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പം ശരിക്കും ശാസ്ത്രീയമായിട്ടുള്ള ചികിത്സയിലേക്ക് വരിക, നന്നായി വ്യായാമം ചെയ്യുക, ആഹാരത്തിൽ നിയന്ത്രണം ഉണ്ടാകുക, റെഗുലർ ചെക്കപ്പ് ചെയ്യുക. റെഗുലർ ചെക്കപ്പ് എന്ന് പറഞ്ഞാൽ ഒരു 3 മാസം കൂടുമ്പോൾ ആഹാരത്തിന് മുമ്പുള്ള ഷുഗറും ആഹാരത്തിന് ശേഷമുള്ള ഷുഗറും, ആഹാരം കഴിച്ചിട്ട് 1.5 മണിക്കൂർ കഴിഞ്ഞുള്ള ഷുഗറും നോക്കുക. അതിനോടൊപ്പം HbA1c നോക്കുക. HbA1c ഒരു 6.5 നോർമൽ. ഓക്കെ, അത് 7 പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് കൺട്രോൾ ചെയ്ത് താഴോട്ട് കൊണ്ടുവരാൻ നോക്കണം. ഇങ്ങനെ റെഗുലറായി പോയിക്കൊണ്ടിരിക്കുകയാണ് പ്രമേഹം നമുക്ക് നമ്മുടെ കൈപ്പിടിയിൽ ഒതുക്കാവുന്ന ഒരു അസുഖം മാത്രമാണ്. ഇല്ല എന്നുണ്ടെങ്കിൽ അത് വളർന്ന് പന്തലിച്ച് വടവൃക്ഷം പോലെയായിത്തീരും. നമ്മുടെ ലൈംഗികത മാത്രമല്ല സർവ്വ അവയവങ്ങളെയും അത് തകരാറിലാക്കും. പക്ഷേ ആദ്യ സൂചന ലഭിക്കുന്നത് ലൈംഗിക ശേഷിക്കുറവായിട്ടാണെന്ന് മാത്രം. ഇത് കൂടാതെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഞങ്ങളിവിടെ ലൈംഗിക പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ബുക്ക്ലെറ്റുകൾ ഇറക്കുന്നുണ്ട്. അത് രോഗികൾക്ക് ആവശ്യമുള്ളവർക്കെല്ലാം ഞങ്ങൾ സൗജന്യമായിട്ട് അയച്ചു നൽകും. അതിന് മറ്റൊന്നും ചെയ്യേണ്ട, ISRM എന്ന് ടൈപ്പ് ചെയ്ത് ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ നമ്പറിലേക്കൊന്ന് അയച്ചാൽ മതി. എല്ലാവർക്കും സൗജന്യമായിട്ട് ഈ ബുക്ക്ലെറ്റ് ലഭിക്കും. വാട്സപ്പ് ചെയ്യണമെന്ന് മാത്രം, ഫോൺ വിളിച്ച് ബുക്ക് വേണമെന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല. ഒന്ന് വാട്സപ്പ് ചെയ്താൽ മാത്രം മതി. പ്രമേഹ രോഗികളിൽ കണ്ടുവരുന്ന ലൈംഗിക പ്രശ്നങ്ങൾ പ്രമേഹം ഒന്ന് നിയന്ത്രിച്ചാൽ മാറ്റിയെടുക്കാവുന്നതേ അതെ, പ്രമേഹം ഒന്ന് നിയന്ത്രിച്ചാൽ അത് മാറ്റിയെടുക്കാം. മാത്രമല്ല ലൈംഗിക പ്രശ്നങ്ങൾ കാണുകയാണെങ്കിൽ അതിനെ അവഗണിക്കാതിരിക്കുക. അതായത് പ്രമേഹത്തിനുള്ള ചികിത്സ നൽകുക, അതുപോലെ തന്നെ ഹാർട്ടിൻ്റെ ചെക്കപ്പ് നടത്തുക, അതുപോലെ തന്നെ എല്ലാ ചെക്കപ്പും നടത്തുകയാണെങ്കിൽ ആ ചെക്കപ്പ് വഴിക്ക് എത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈംഗിക പ്രശ്നങ്ങൾക്ക് പ്രത്യേക ചികിത്സ ആവശ്യമുണ്ടെങ്കിൽ അതുങ്ങളെ നൽകുന്നതിൽ തെറ്റില്ല, അത്രമാത്രം. ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കൺസൾട്ടേഷനോ ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്